നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പെരുമ്പിലാവിൽ 35 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായി. പോലീസുകാർ സഞ്ചരിച്ച വാഹനത്തിലിടിച്ച് രക്ഷപ്പെടാൻ ശ്രമം. ചന്ദ്രാപിന്നിയിൽ ഇടിമിന്നലേറ്റ് പശുവും പശുക്കുട്ടിയും ചത്തു. ഉടമ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. മുപ്ലിയം സ്കൂളിന് മുന്നിലെ സീബ്ര ലൈനുകൾ മാഞ്ഞു. അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പരാതി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഫിറ്റ്നസ് നഷ്ടപ്പെട്ട് അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിൽ പാലിയേറ്റീവ് വിഭാഗം പ്രവർത്തിക്കുന്നതിനെതിരെ BJP മണ്ഡലം കമ്മിറ്റി. തൃക്കൂർ SMS റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ തൃക്കൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്ന് ജനകീയ സമിതി. CPM നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം പന്തല്ലൂരിൽ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പെരുമ്പിലാവിൽ 35 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായി. പോലീസുകാർ സഞ്ചരിച്ച വാഹനത്തിൽ ഇടിച്ച് രക്ഷപ്പെടാൻ ശ്രമം. ചൊവ്വന്നൂർ മാന്തോപ്പ് കരിയാടത്ത് വീട്ടിൽ 24 വയസ്സുള്ള സനൽ, ചെങ്ങരംകുളം പള്ളിക്കുളം ആണ്ടലാത്ത് 25 വയസ്സുള്ള മുബഷിർ എന്നിവരെയാണ് കുന്നംകുളം പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെ പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വെച്ചാണ് ഇവർ പിടിയിലാകുന്നത്. കാറിൽ വലിയ അളവിൽ കഞ്ചാവുമായി പോകുന്നുണ്ടെന്ന വിവരം ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന് ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന. മറ്റൊരു കാറിൽ ഇവർക്ക് പിന്നാലെ സഞ്ചരിച്ചിരുന്ന പോലീസ് സംഘം ഇവരെ തടയാൻ ശ്രമിച്ചതോടെ ഇവർ വാഹനമിടിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടെ പോലീസും മറ്റും ചേർന്ന് ഇവരെ പിടികൂടുകയായിരുന്നു. 35 കിലോ കഞ്ചാവാണ് ചെറുകിട വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി സ്വിഫ്റ്റ് കാറിൽ കടത്തിയിരുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നതെന്നാണ് പ്രതികൾ നൽകിയ പ്രാഥമിക വിവരം. കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ചന്ദ്രാപിന്നിയിൽ ഇടിമിന്നലേറ്റ് പശുവും പശുക്കുട്ടിയും ചത്തു. സുഗതൻ റോഡ് സ്വദേശി കണ്ണമ്പുള്ളി വീട്ടിൽ സുധീർ വളർത്തിയിരുന്ന പശുവും പശുക്കുട്ടിയുമാണ് ബുധനാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ചത്തത്. രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. പാൽ കറക്കുന്നതിനായി തൊഴുത്തിൽ നിന്ന് പശുക്കളെ പുറത്തിറക്കി വീട്ടുമുറ്റത്ത് കെട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രദേശത്ത് ശക്തമായ ഇടിമിന്നലുണ്ടായത്. മിന്നലാഘാതത്തിൽ പശുവും പശുക്കുട്ടിയും സംഭവസ്ഥലത്ത് തന്നെ ചത്തതായി ഉടമ സുധീർ പറഞ്ഞു. സംഭവ സമയത്ത് സമീപത്തുണ്ടായിരുന്ന സുധീർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മറ്റൊരു പശുവും മിന്നലാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണെങ്കിലും പ്രാഥമിക ശുശ്രൂഷ നൽകിയതോടെ ജീവൻ രക്ഷിക്കാനായി. വിവരമറിഞ്ഞെത്തിയ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഏകദേശം 25 വർഷമായി പശു വളർത്തൽ മേഖലയിലുള്ള സുധീറിന്റെ ഉപജീവന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ക്ഷീരകൃഷി. നിലവിൽ 4 പശുക്കളും 2 പശുക്കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു പശുവിനെയും ഒരു പശുക്കുട്ടിയെയും നഷ്ടമായത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിനുണ്ടാക്കിയിരിക്കുന്നത്. സംഭവമറിഞ്ഞ് പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തെ റോഡിലെ സീബ്ര ലൈനുകൾ മാഞ്ഞുപോയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പരാതി. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് മുന്നിലാണ് ഈ ദുരവസ്ഥ. വേഗതയിൽ വാഹനങ്ങൾ പാഞ്ഞു പോകുമ്പോൾ റോഡ് മുറിച്ചു കടക്കാൻ കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ പ്രവർത്തകനായ മുപ്ലിയം കരോടൻ വീട്ടിൽ KG രവീന്ദ്രനാഥ് KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി. നിലവിൽ KRFയുടെ കീഴിൽ നവീകരണം നടന്നുവരുന്ന ഈ റോഡിലൂടെ അമിത വേഗതയിലാണ് ടിപ്പറുകളും മറ്റു വാഹനങ്ങളും കടന്നുപോകുന്നത്. സ്കൂൾ സോൺ ആണെന്ന യാതൊരുവിധ പരിഗണനയും നൽകാതെ നിയന്ത്രണമില്ലാതെ പാഞ്ഞുപോകുന്ന വാഹനങ്ങൾ വിദ്യാർത്ഥികളുടെ ജീവന് വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഉയർത്തുന്നതെന്ന് KG രവീന്ദ്രനാഥ് ആരോപിച്ചു. രാവിലെയും വൈകുന്നേരങ്ങളിലും റോഡ് മുറിച്ചു കടക്കാനായി വിദ്യാർത്ഥികൾക്ക് ദീർഘനേരം കാത്തുനിൽക്കേണ്ടി വരുന്നുണ്ട്. കുട്ടികൾക്കും കാൽനട യാത്രികർക്കും സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാൻ അടിയന്തരമായി ഇവിടെ സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്നും രവീന്ദ്രനാഥ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുപ്ലിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ സീബ്ര ലൈൻ മാഞ്ഞു പോയിട്ട് മാസങ്ങളായി. അപ്പോൾ ഈ സ്കൂളിൽ LKG തൊട്ട് +2 വരെയുള്ള കുട്ടികൾ
അപ്പോൾ ധാരാളം കുട്ടികൾ വരുന്ന ഒരു സ്കൂളാണ് ഇവിടെ. അതിൻ്റെ മുൻവശത്ത് കുട്ടികൾക്ക് രാവിലെ സ്കൂളിലേക്ക് കയറാനും അതുപോലെ തന്നെ വൈകിട്ട് സ്കൂൾ വിട്ട് പോകാനും ഏറെ സമയം അവർക്ക് കാത്തു നിൽക്കേണ്ടി വരികയാണ്. അതായത് വണ്ടികളൊരു ലക്കും ലഗാനും ഇല്ലാണ്ട് സ്കൂൾ പരിസരം ആണ് എന്നുള്ള ബോധത്തോടു കൂടിയല്ല അവർ ഭയങ്കര സ്പീഡോട് കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ധാരാളം ബസ് അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങൾ, വമ്പൻ ടോറസുകൾ, ഇതൊക്കെ ഈ വഴി കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ റോഡ് ഭയങ്കര ഗതാഗത കുരുക്കുള്ള ഒരു റോഡാണ് മുപ്ലിയം റോഡ്. ഇതിൻ്റെ കസ്റ്റോഡി എന്ന് പറയുന്നത് KRFB PWD വിഭാഗമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ എറണാകുളത്തുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ട് അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിൽ പാലിയേറ്റീവ് വിഭാഗം പ്രവർത്തിക്കുന്നതിനെതിരെ BJP മണ്ഡലം കമ്മിറ്റി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ റിപ്പോർട്ട് പ്രകാരം കെട്ടിടം അൺഫിറ്റ് ആണെന്നും ബലക്ഷയമുണ്ടെന്നും കാണിച്ച് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ പേരിൽ ഇവിടെ ഫ്ലക്സും സ്ഥാപിച്ചിരുന്നു. കെട്ടിടത്തിൽ പ്രവേശിക്കുന്നതും മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും നിരോധിച്ച് ഫ്ലക്സ് സ്ഥാപിച്ച കെട്ടിടത്തിൽ സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഓഫീസ് ബോർഡ് വെച്ച് പ്രവർത്തിക്കുന്നത് തടയാൻ ആശുപത്രിയിൽ ആരുമില്ലെന്നും BJP ആരോപിച്ചു. BJP പ്രവർത്തകരെ കണ്ടപ്പോൾ ഫ്ലക്സ് എടുത്തുമാറ്റുകയാണ് ഉണ്ടായത്. രോഗിയുടെ കൂട്ടിരിപ്പുകാർ വസ്ത്രങ്ങൾ ഉണക്കാൻ ബലക്ഷയം ബാധിച്ച കെട്ടിടത്തിലേക്ക് ഇപ്പോഴും പോകുന്നുണ്ട്. മഴക്കാലത്ത് ബലക്ഷയമുള്ള കെട്ടിടം കൂടുതൽ അപകടാവസ്ഥയിലെത്തുമെന്നും BJP ആരോപിച്ചു. സംഭവത്തിൽ ബന്ധപ്പെട്ട അധികാരികളും സർക്കാർ സംവിധാനവും അടിയന്തരമായി ഇടപെട്ട് മനുഷ്യജീവൻ സുരക്ഷ ഉറപ്പാക്കണമെന്നും BJP പുതുക്കാട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് BJP മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, വിജു തച്ചംകുളം, ജിബിൻ പുതുപ്പള്ളി, NC അജിത് കുമാർ, വാർഡ് അംഗങ്ങളായ ബേബി കിടായി, ജോയ് മഞ്ഞളി എന്നിവർ ആശുപത്രി സന്ദർശിച്ച് പ്രതിഷേധം അറിയിച്ചു. തൃക്കൂരിലെ തകർന്ന SMS റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് തൃക്കൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ ഫണ്ടിൽ നിന്നും 80 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ 640 മീറ്റർ ഭാഗം നിർമ്മിച്ചത്. 2021 നിർമ്മാണം ആരംഭിച്ച റോഡിന്റെ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചതിനെ തുടർന്ന് ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയാണ് 2023 നിർമ്മാണം പൂർത്തീകരിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. 100 മീറ്ററിന് 12.5 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു റോഡ് നിർമ്മാണം. റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി കരാറുകാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് 3 വർഷത്തോളം പഞ്ചായത്ത് ഭരണസമിതിക്ക് നാട്ടുകാർ പരാതി നൽകുകയും ഭരണസമിതി കോൺട്രാക്ടർക്ക് എതിരെ നടപടി എടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്രകാലമായിട്ടും റോഡ് പുനർനിർമ്മിക്കുകയോ കരാറുകാരനെതിരെ നടപടിയെടുക്കുകയോ ചെയ്യാതെ പഞ്ചായത്ത് ഭരണസമിതി ഒത്തുകളിക്കുകയാണെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച റോഡ് പുനർനിർമ്മിക്കണമെന്നും കരാറുകാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് തൃക്കൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജനകീയ സമിതി അറിയിച്ചു. 3 വർഷത്തിനിടെ നിരവധി അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നു പോകുന്നത്. വർഷങ്ങളായി നാട്ടുകാർ ദുരിതയാത്ര നടത്തുമ്പോൾ പുതിയ കരാറുകൾ കൊടുത്ത് കരാറുകാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്ന് ജനകീയ സമിതി ആരോപിച്ചു. ജനകീയ സമിതി നേതാക്കളായ കപിൽ രാജ്, മുരളി പാട്ടത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമൃത സുനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ നികേഷ്, ശാന്തി മണികണ്ഠൻ, പ്രിയ ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃക്കൂര് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ റോഡുകളിൽ ഒന്നായ SMS റോഡ് 3, 4, 5, 2 വാർഡുകൾ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ റോഡാണ്. ഈ റോഡ് സമീപകാലങ്ങളിൽ വളരെ ദുസ്സഹമായ അവസ്ഥയിലാണ് റോഡുള്ളത്. അതിലൂടെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ റോഡിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് മുൻപ് 80 ലക്ഷം രൂപ 640 മീറ്റർ റോഡ് പണിയാൻ വേണ്ടി ഇവിടെ MLAയുടെ ഫണ്ട് നീക്കി വെച്ചുള്ള റോഡാണ്. ആ റോഡ് പണിത് കഴിഞ്ഞിട്ട് ഏകദേശം 2023 മാർച്ച് 18 റോഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. 100 മീറ്റർ റോഡിന് 12.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പണിതിട്ടുള്ളത്. 640 മീറ്റർ റോഡിന് 80 ലക്ഷം രൂപയാണ് ആ റോഡിന് നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്.
ഏകദേശം 2021 ആ റോഡ് പൊളിച്ചിട്ടതിന് ശേഷം 2.5 വർഷക്കാലം ആ റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി മാത്രം ഇവിടുത്തെ പഞ്ചായത്ത് എയും അതുപോലെ തന്നെ കോൺട്രാക്ടറും സമയമെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളടക്കം നിരവധി തവണ ആ റോഡിൻ്റെ വിഷയങ്ങൾ ഫീച്ചറായി ചെയ്യുകയും അതുപോലെ ജനങ്ങളുടെ ദുരന്തം വാർത്തകളിലൂടെ അവതരിപ്പിക്കുകയും ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തിയതിന് ശേഷമാണ് ആ റോഡ് തുറന്ന് കൊടുക്കാൻ തന്നെ പഞ്ചായത്ത് തയ്യാറായിട്ടുള്ളത്. അതിനുശേഷം ആ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം ഇതുവരെയായിട്ടും ഏകദേശം ഒരു 3 വർഷക്കാലമായ റോഡിൻ്റെ ദുരന്തം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2.5-3 വർഷത്തോളം ഈ വർക്ക് വളരെയധികം ലാഗ് ചെയ്ത് പോയി. അപ്പോൾ അത്രയും നാൾ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ട് ഒരുപാട് ജനകീയ സമരങ്ങളുടെ നേതൃത്വത്തിലാണ് ആ വർക്ക് തന്നെ തുടങ്ങാൻ സാധിച്ചത്. വർക്ക് പൂർത്തീകരിച്ച് ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ റോഡിൽ ടാർ ചെയ്ത സ്ഥലത്തൊക്കെ കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി. അന്ന് മുതൽക്ക് ഞങ്ങൾ ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരുപാട് പരാതികൾ പഞ്ചായത്തിലും അതുമായി ബന്ധപ്പെട്ട് പല AXE വരെ നമ്മൾ പോയി കാണുകയും സംസാരിക്കുകയും ഉണ്ടായതാണ്. പക്ഷേ ഈ കോൺട്രാക്ടർ നമ്മൾ ഗ്യാരണ്ടി പീരീഡിൽ ചെയ്തു തരിക എന്നുള്ളത് കോൺട്രാക്ടറുടെ കർത്തവ്യം തന്നെയാണ്. പക്ഷേ ഇതുവരെ യാതൊരു ഇതും അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല, കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടി. വർക്ക് റോഡ് പൊളിച്ചിട്ടിട്ട് 2.5 കൊല്ലം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, അത്രമാത്രം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് അവിടെ ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി പഞ്ചായത്തിൽ പോയി ധർണ നടത്തലും ഒരുപാട് സമര പ്രക്ഷോഭം നടത്തിയിട്ടാണ് അവസാനം ഈ റോഡ് പണിത് കഴിഞ്ഞപ്പോൾ തന്നെ റോഡിൽ ബോട്ടിൽ പോണ മാതിരിയായിരുന്നു റോഡിൻ്റെ അവസ്ഥ. അന്ന് നമുക്കറിയില്ല റോഡ് എങ്ങനെയാണ് പണിയേണ്ടത്. പക്ഷേ എഞ്ചിനീയർമാർ അല്ലെങ്കിൽ എഞ്ചിനീയർ ഓവർസീറൊക്കെ നോക്കി പണിയിക്കേണ്ടതിന് അവരുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം ഒരു 2 മഴ പെയ്തപ്പോഴേക്കും റോഡ് തോടായി. ഇപ്പോൾ ഇയാളുടെ പേരിൽ നടപടി എടുക്കാനായിട്ട് കരിമ്പട്ടികയിൽ പെടുത്താനായിട്ട് ഇയാളുടെ ഇത് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതിലിപ്പോഴും തൃക്കൂർ പഞ്ചായത്തിലും മറ്റുള്ളതും വർക്ക് എടുത്തുകൊണ്ട് നടക്കുക. അത് മാത്രമല്ല അവിടെയുള്ള ആളുകളെ വെല്ലുവിളിച്ച് ഞാൻ ചെയ്യില്ല, എനിക്ക് പറ്റില്ല, നിങ്ങൾ എന്തിട്ടാ ചെയ്തോ എന്നുള്ള ഒരു ധിക്കാരത്തോട് കൂടിയിട്ടാണ് ഇയാൾ അവിടെ പെരുമാറുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് അവിടെ ആ വഴി കൂടെ ഇത്രയും കൂടുതൽ ഫണ്ട് വെച്ചിട്ടുള്ളത് 3 കോടി നമ്മുടെ ഈ SMS റോഡിന് വെച്ചിട്ടുണ്ട്. ഇത്രയും ഫണ്ട് വെച്ചിട്ടുള്ള റോഡ് ഇത്രയും ശോചനീയാവസ്ഥയിൽ വരാനായിട്ട് ഈ കോൺട്രാക്ടർ തന്നെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി ചെയ്യും വേണം. എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരാനായിട്ടുള്ള നിർവഹണം ചെയ്യാനായിട്ട് ഭരണസമിതിയോട് എത്രയും പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് തീരുമാനിക്കാനായിട്ട്. CPM നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം നെല്ലായി പന്തല്ലൂരിൽ നടത്തി. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായി. സംയോജിത കൃഷി സാങ്കേതിക സമിതിയുടെ ജില്ലാ ചെയർമാൻ M ബാലാജി മുഖ്യാതിഥിയായി. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, ജില്ലാ സാങ്കേതിക സമിതി കൺവീനർ K രാഗേഷ്, KJ ഡിക്സൺ, PR പ്രസാദൻ, MR രഞ്ജിത്ത്, EK അനൂപ്, സരിത രാജേഷ്, CM ബബീഷ്, PD നെൽസൺ, TR ലാലു, അമ്പിളി വേണു, അശ്വതി വിബി, ബീന സുരേന്ദ്രൻ, കാർത്തിക ജയൻ, K സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. പയർ, വഴുതിന, വെണ്ട, കപ്പ എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. ഉപവിഷ്ടരായ ജനപ്രതിനിധികളെ, സഖാക്കളെ, പ്രിയമുള്ളവരെ, സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. വളരെയേറെ മാതൃകാപരമായ ഒരു തീരുമാനം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എടുക്കുകയും അതിന്റെ തുടർച്ചയായി നമ്മുടെ സംസ്ഥാനത്തെമ്പാടും കാർഷിക മേഖലയിലുള്ള ഒരു ഇടപെടൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്, കോവിഡ് കാലത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നടത്തിയ ഒരു അഭ്യർത്ഥനയാണ് യഥാർത്ഥത്തിൽ കാർഷിക ഉൽപ്പന്ന മേഖലയിലേക്ക് കടക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ടൊരു ചേതോവികാരം. കാർഷിക മേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും നല്ല കൃഷിക്കാരനുള്ള അവാർഡുകൾ പല പ്രാവശ്യമായി ലഭിച്ച കർഷക സംഘത്തിന്റെ നേതാവ് കൂടിയായ ബാലാജി, അതുപോലെ തന്നെ കൃഷി ഓഫീസറാണ് എന്നുള്ളതുകൊണ്ട് കാർഷിക മേഖല നന്നായി
എങ്ങനെ ഇടപെടണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ജില്ലയിലെ നമ്മുടെ സംയോജിത കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരെയും നമ്മുടെ പ്രസ്ഥാനം നടപ്പിലാക്കുന്ന ഇത്തരം പരിപാടി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൃഷി ഇറക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ചെണ്ടുമല്ലിപ്പൂ കൃഷിയൊക്കെ വലിയ തോതിൽ വിളവെടുത്തിട്ടുള്ള ഒരു കൃഷിയിടം കൂടിയാണ് ഈ കൃഷിയിടം. ഇവിടെയാണ് ഇപ്പോൾ ജില്ലാ തലത്തിലുള്ള CPMന്റെ നേതൃത്വത്തിലുള്ള സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇപ്പോൾ ഇവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ജില്ലാ തലത്തിലുള്ള ഈ പരിപാടിയുടെ ഔപചാരികമായ തൈനടൽ എന്ന നിലയിലുള്ള ചടങ്ങ് നിർവഹിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം. ജൂൺ 30 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വൈകിട്ട് 6 മുതൽ 12 വരെ മിതമായ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSCB അറിയിച്ചു. എൽനിനോ കാരണം വൈദ്യുതി ലഭ്യതയിൽ വലിയ കുറവാണ് ഉണ്ടായത്. 900 മെഗാവാട്ടിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതിയിലും കുറവ് രേഖപ്പെടുത്തി. പസഫിക് സമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുള്ള ഉയർന്ന താപനിലയും വൈദ്യുതി ആവശ്യകതയിലെ വർധനയും പ്രതിസന്ധിക്ക് കാരണമായതായി KSCB വ്യക്തമാക്കി. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വായ്പയായി വാങ്ങിയ വൈദ്യുതി ജൂൺ 16 മുതൽ തിരിച്ചു നൽകേണ്ട സാഹചര്യമുണ്ടെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് മൺസൂൺ എത്തിയിട്ടും മഴ ശക്തിപ്പെടാത്തതിനാൽ വൈദ്യുതി ആവശ്യകത പ്രതീക്ഷിച്ചതിലും കൂടുതലായി 4900 മെഗാവാട്ട് വരെ ഉയർന്നു. വൈദ്യുതി ഉപയോഗത്തിലും 10 ദശലക്ഷം യൂണിറ്റിൻ്റെ വർധന രേഖപ്പെടുത്തി. ഇതോടെ ജൂൺ 16 മുതൽ 30 വരെ ഏകദേശം 900 മെഗാവാട്ടിൻ്റെ വൈദ്യുതി കുറവ് നേരിടേണ്ടി വരുമെന്നാണ് കണക്ക്. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആവേശമേറ്റെടുത്ത് നന്ദിക്കര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂളിലെ ടിങ്കറിംഗ് ലാബിലെ 3D പ്രിൻ്ററിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ചെടുത്ത ലോകകപ്പിൻ്റെ കുഞ്ഞൻ മാതൃകകൾ ശ്രദ്ധേയമാകുന്നു. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെയാണ്. ഫുട്ബോൾ ലോകകപ്പ് എന്ന കിരീടപ്പോരിലാണ്. കാൽപന്തിൻ്റെ ആവേശം നന്ദിക്കര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും എത്തിക്കഴിഞ്ഞു. സ്കൂളിൽ വിവിധ രാജ്യങ്ങളുടെ പതാകകളും കൊടിതോരണങ്ങളും നാട്ടി. ഓരോ ദിവസത്തെയും മത്സരങ്ങളിലെ വിജയികളെ പ്രവചിക്കുന്നവർക്ക് സമ്മാനങ്ങളുണ്ട്. ലഭിക്കുന്നതാകട്ടെ ലോകകപ്പിൻ്റെ മിനിയേച്ചർ മാതൃകകൾ. യഥാർത്ഥ ലോകകപ്പിൻ്റെ ചാരുത ഒട്ടും കുറയാതെ ഈ മിനിയേച്ചറുകൾ നിർമ്മിച്ചത് സ്കൂളിലെ കുട്ടികൾ തന്നെയാണ്. തയ്യാറാക്കിയതാകട്ടെ സ്കൂളിലെ ടിങ്കറിംഗ് ലാബിലെ 3D പ്രിൻ്ററിലും. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വൻ കുതിപ്പുകൾ സാധാരണ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ അറിയാനും പഠിക്കാനുമുള്ള അവസരമാണ് ടിങ്കറിംഗ് ലാബുകൾ. 3 വർഷമായി നന്ദിക്കര GVHSSൽ ടിങ്കറിംഗ് ലാബിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട്. സ്കൂളിലെ സ്പോർട്സ് ക്ലബ്ബായ ടൈറ്റൻസ് നന്ദിക്കരയുടെ നേതൃത്വത്തിൽ ലോകകപ്പ് ഫുട്ബോൾ ആവേശം വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിന് പുത്തൻ ആശയങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ലോകകപ്പിൻ്റെ മാതൃകകൾ നിർമ്മിക്കാനും അത് സമ്മാനാർഹർക്ക് നൽകാനും തീരുമാനിച്ചതെന്ന് വിദ്യാർത്ഥി പ്രതിനിധി അഭിനവ് വിമൽ കുമാർ പറഞ്ഞു. വേൾഡ് വൈഡ് ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് എല്ലാവരും ബിസിയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഒരു നമ്മുടെ ടൈറ്റൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രവചന മത്സരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികൾക്കും വേൾഡ് കപ്പിനെ പറ്റിയുള്ള ആശയങ്ങളും അവർക്ക് അന്നത്തെ ദിവസത്തെ പത്രങ്ങൾ വായിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ എല്ലാവരും ഒന്ന് ഏർപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനൊരു മത്സരം ഇവിടെ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഈ മത്സരത്തിന് കുട്ടികൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഞങ്ങൾ വേൾഡ് കപ്പിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിപ്പോൾ ഇവിടുത്തെ നമ്മുടെ സ്കൂളിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 3D പ്രിൻ്റർ ഞങ്ങളുടെ സ്കൂളിലുണ്ട്. അപ്പോൾ ആ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഞങ്ങളിവിടെ 3D പ്രിൻ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. PLA എന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റിക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പോളി ലാറ്റിക് ആസിഡ്. ഇത് നമുക്ക് കുറച്ച് നാൾ നിലനിൽക്കിയത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ 3D പ്രിൻ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ബാംബു ലാബിൻ്റെ A1 എന്ന് പറഞ്ഞൊരു പ്രിൻ്ററാണിത്. ഇതിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് ബാംബു ലാബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് നമുക്ക് മോഡൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സ്ലൈസിങ്ങും സോഫ്റ്റ്വെയർ ഒക്കെ ഇതിൽ തന്നെ ഉണ്ട്. സ്കൂളിലെ ഫിസിക്സ് അധ്യാപകനായ രമേഷ് മാസ്റ്ററാണ് പ്രവർത്തനങ്ങൾക്കായി വിദ്യാർത്ഥികളെ ഏകോപിപ്പിച്ചത്. പുതിയ കാലത്ത് ആധുനിക സാങ്കേതിക വിദ്യകളിൽ മുന്നേറുന്നതിന് കുട്ടികളെ പ്രാപ്തമാക്കാൻ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കഴിയുമെന്ന് അധ്യാപകനായ രമേഷ് പറഞ്ഞു. GVHS നന്ദിക്കര സ്കൂളിലെ ടിങ്കറിംഗ് ലാബിൻ്റെ പ്രവർത്തനമായിട്ടാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഈ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒരു മോഡൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് പുതിയൊരു ആശയം കുട്ടികളിലേക്ക് എത്തിക്കുക,
അത് ഇന്നോവേറ്റീവായിട്ടും കൂടുതൽ ചിന്തിപ്പിക്കുന്ന തരത്തിൽ സൊസൈറ്റിക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന രീതിയിൽ കരിക്കുലം ബേസ് ചെയ്ത് പാഠ്യപദ്ധതിയിൽ നിന്നും ഒന്ന് വേർതിരിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക, കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പോഴും കൂടുതൽ ആക്റ്റീവായിട്ട് വരുന്നത് നമ്മുടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ്. അവരാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുന്നതും അത് ചെറിയ ക്ലാസ്സുകൾക്ക് അവർ ആ ഐഡിയ പകർന്നു കൊടുക്കുകയും ചെയ്യും. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ പുത്തൻ ആശയങ്ങൾ പുതിയ തലമുറയിലൂടെ രാജ്യത്തിന് മുതൽക്കൂട്ടാകണമെന്നും അതിനായുള്ള പ്രവർത്തനങ്ങളിൽ നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മുൻപന്തിയിലാണെന്നും സീനിയർ അസിസ്റ്റന്റ് സമീന ടീച്ചർ അഭിപ്രായപ്പെട്ടു. വലിയ 3D പ്രിൻ്ററുകൾ വെച്ചിട്ട് വലിയ ബിൽഡിങ്ങുകളും ടൗൺഷിപ്പുകൾ പോലും ഉണ്ടാക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുട്ടികൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ലേണിംഗ് ബൈ ഡൂയിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ 3D പ്രിൻ്റർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഒരു മാതൃക ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് വളരെ ഭംഗിയായിട്ട് രൂപപ്പെടുത്തിയെടുക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നവരാണ്. നമ്മുടെ സർക്കാർ വിദ്യാലയത്തിൽ നമുക്ക് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഈ വിദ്യാലയത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ തെളിവാണിത്. പാഠഭാഗങ്ങളെ 7 തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെടുത്തി വിദ്യാർത്ഥികളെ സ്വയം പര്യാപ്തരാക്കുന്ന ക്രിയേറ്റീവ് കോർണർ ഉൾപ്പെടെ നിരവധി വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ സ്കൂളിൻ്റെ സവിശേഷതയാണ്. തിങ്കളാഴ്ച നടന്ന ലോകകപ്പ് മത്സരങ്ങളിലെ വിജയികളെ പ്രവചിച്ചവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിജയിക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു ലോകകപ്പിൻ്റെ മിനിയേച്ചർ സമ്മാനിച്ചു. പ്രധാനാധ്യാപിക രാധിക PT, ഡോക്ടർ സുധീർ രാമചന്ദ്രൻ, PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന വിശ്വ ഫുട്ബോൾ മാമാങ്കം അവസാനിക്കുമ്പോഴേക്കും നന്ദിക്കര സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികൾ ലോകകപ്പ് സ്വന്തമാക്കിയിരിക്കും. AI ഉൾപ്പെടെ സാങ്കേതിക വിദ്യകൾ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് കൂടി പഠിക്കാനും അറിയാനും മുന്നേറാനുമുള്ള സാധ്യതകൾ ഒരുക്കി നമ്മുടെ സ്കൂളുകളിൽ തയ്യാറാക്കിയിട്ടുള്ള ടിങ്കറിംഗ് ലാബുകളുടെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നത്. നന്ദിക്കര GVHSSലെ ടിങ്കറിംഗ് ലാബിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒരുക്കിയെടുക്കുന്നത് ഇപ്പോൾ ലോകം മുഴുവൻ കാൽപന്തിൻ്റെ പുറകെ പോകുമ്പോൾ ലോകകപ്പിൻ്റെ ഒരു മാതൃക തീർത്താണ്, 3D പ്രിൻ്ററിൽ ലോകകപ്പിൻ്റെ മാതൃക തീർത്താണ് നന്ദിക്കരയിലെ കുട്ടികൾ ശ്രദ്ധേയരാകുന്നത്. ഏതായാലും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുതിയ പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഈ പ്രക്രിയയിൽ ഇവർ പങ്കാളികളാകുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കൂടുതൽ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ ഈ സ്കൂളിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിമിർപ്പിൽ പുതുക്കാട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളും പങ്കുചേർന്നു. ഫുട്ബോൾ ധമാക്ക എന്ന പേരിൽ ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം, ഫാൻസ് ഘോഷയാത്ര, ക്വിസ് മത്സരം, വേൾഡ് കപ്പ് പ്രവചന മത്സരം എന്നിവ നടത്തി. വിവിധ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് കുട്ടികൾ നടത്തിയ ഘോഷയാത്ര ഏറെ വർണ്ണാഭമായി. കായിക അധ്യാപകനായ ഐറിഷ് ബാബു പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി വൈകിയതിൽ മുൻ വിവരാവകാശ ഓഫീസർക്കെതിരെ നടപടിക്ക് കമ്മീഷൻ ഉത്തരവ്. ഇരിങ്ങാലക്കുട RDO ഓഫീസിലെ മുൻ വിവരാവകാശ ഓഫീസറായിരുന്ന S. വിനോദിനെതിരെ വിവരാവകാശ നിയമപ്രകാരം ശിക്ഷാ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ പരിസരം വിഷയസമിതി കൺവീനറും ചെങ്ങാലൂർ സ്വദേശിയുമായ PN ഷിനോഷ് നൽകിയ പരാതിയിലാണ് കമ്മീഷണർ അഡ്വക്കേറ്റ് TK രാമകൃഷ്ണന്റെ നടപടി. മാട്ടുമലയിൽ പ്രവർത്തിക്കുന്ന പൈനാടത്ത് ക്രഷർ യൂണിറ്റിനെതിരെ പ്രദേശവാസികൾ 2022 നൽകിയ പരാതികളിൽ സ്വീകരിച്ച നടപടിയെക്കുറിച്ച് PN ഷിനോഷ് 2022 മാർച്ച് 30 വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ നിയമപ്രകാരം 30 ദിവസത്തിനകം മറുപടി നൽകേണ്ടതിനു പകരം 9 മാസങ്ങൾക്ക് ശേഷമാണ് മറുപടി നൽകിയതെന്ന് കമ്മീഷൻ കണ്ടെത്തി. വിവരാവകാശ ഓഫീസർ യഥാസമയം വിവരങ്ങൾ നൽകിയില്ലെന്നും ഇത് വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 7-1 ലംഘനവും വകുപ്പ് 20-1 പ്രകാരം ശിക്ഷാർഹവുമാണെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. മറുപടി നൽകുന്നതിലുണ്ടായ കാലതാമസം മാപ്പാക്കണമെന്ന എതിർകക്ഷിയുടെ അപേക്ഷ അംഗീകരിക്കാനാവില്ലെന്നും സമയബന്ധിതമായി വിവരം ലഭിക്കുക എന്നത് ഓരോ പൗരന്റെയും അടിസ്ഥാന അവകാശമാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അതേസമയം ഇതേ ക്രഷർ യൂണിറ്റുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷകൾക്ക് തെറ്റായ മറുപടി നൽകിയ സംഭവത്തിൽ പുതുക്കാട് പഞ്ചായത്തിലും മലിനീകരണ നിയന്ത്രണ ബോർഡിലുമുള്ള വിവരാവകാശ ഓഫീസർമാർക്കെതിരെ കമ്മീഷൻ നേരത്തെ നടപടിയെടുത്തിരുന്നു. കൊടകര മർച്ചന്റ്സ് അസോസിയേഷന്റെ യൂത്ത് വിംഗ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി കാളിയങ്കര,
ജനറൽ സെക്രട്ടറി ബാബു ജോർജ്, ജില്ലാ യൂത്ത് വിംഗ് വൈസ് പ്രസിഡന്റ് കിരൺ ഷൺമുഖൻ എന്നിവർ പങ്കെടുത്തു. യൂത്ത് വിംഗ് പ്രസിഡന്റായി സിൻഡോ ദേവസി, ജനറൽ സെക്രട്ടറിയായി ഷിജു ചോനാടൻ, ഖജാൻജിയായി മെൽവിൻ ജോസഫ് എന്നിവരെ തെരഞ്ഞെടുത്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റുഡൻറ് ഇൻഡക്ഷൻ പ്രോഗ്രാം ദീക്ഷാരംഭ് 2026 സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട രൂപത എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ മാനേജർ ഫാദർ വിൽസൺ ഈരത്തറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. BS ട്രെയിനിംഗ് ഹബിന്റെ ഡയറക്ടർ ബിനു കാളിയാടൻ മാറ്റങ്ങളുടെ ലോകത്ത് വിജയത്തിന്റെ പുതിയ വഴികൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. തുടർന്ന് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ TK സന്തോഷ് ജീവിതം തന്നെ ലഹരി എന്ന വിഷയത്തിലും ക്ലാസ് എടുത്തു. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കള്ളിങ്ങൽ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പിള്ളി, പഞ്ചായത്ത് അംഗം സ്മിത മനോജ്, ഡീൻ ഓഫ് അക്കാദമിക്സ് ഡോക്ടർ MB ഷീബ, PTA പ്രസിഡന്റ് K മനോഹരൻ എന്നിവർ പ്രസംഗിച്ചു. സപ്തസദസ്സിന്റെ നേതൃത്വത്തിൽ സഹൃദയ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ IRTC പ്ലസ് സെൻറ്ററിന് കീഴിൽ കമ്മ്യൂണിറ്റി കെയർ കോർഡിനേറ്റർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. +2 ആണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. PLHIV ഉദ്യോഗാർത്ഥിയായിരിക്കണം. ജൂൺ 19 രാവിലെ 11 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ മുളങ്ങുന്നത്ത് കാവിലുള്ള കാര്യാലയത്തിലാണ് അഭിമുഖം. താൽപ്പര്യമുള്ളവർ രേഖകളുമായി അന്നേ ദിവസം രാവിലെ 10 ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ലാൻഡ് ലൈൻ 048722000310. അടുത്ത നമ്പർ 0487220135. പറപ്പൂക്കര കൃഷിഭവനിൽ സൗജന്യ കാർഷിക കണക്ഷൻ പദ്ധതി പുതുക്കുന്നു. പദ്ധതിയുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ കണക്ഷൻ പുതുക്കുന്നതിനുള്ള അപേക്ഷ ഈ മാസം 30 വൈകുന്നേരം 5 മുൻപായി കൃഷിഭവനിൽ സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം 2026-27 നികുതി അടച്ച രസീതിയുടെ കോപ്പി, ഏറ്റവും പുതിയ വൈദ്യുതി ബിൽ, ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിവയും സമർപ്പിക്കണം. 30 ശേഷമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതല്ല. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,850 രൂപ, പവന് 1,10,800 രൂപ. വട്ടനാത്ര കാര്യാട്ട് ലക്ഷ്മിക്കുട്ടി അമ്മ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 സ്വവസതിയിൽ. തളിയക്കാട്ടിൽ അരവിന്ദാക്ഷ മേനോനാണ് ഭർത്താവ്. മോഹനൻ, സുഭദ്ര, സുനിത, മനോജ് എന്നിവർ മക്കളും. രാജേശ്വരി, ഹരിദാസൻ, സോമസുന്ദരൻ, മായ എന്നിവർ മരുമക്കളുമാണ്. മുൻ അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ചേർപ്പുകാരൻ സജീവൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെണ്ടൂർ ചക്കാലമറ്റത്ത് ദേവസി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തങ്കമ്മയാണ് ഭാര്യ. ലിയോ, ലീന എന്നിവർ മക്കളും. ജിൻസി, പോൾ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരുമ്പിലാവിൽ 35 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായി. പോലീസുകാർ സഞ്ചരിച്ച വാഹനത്തിലിടിച്ച് രക്ഷപ്പെടാൻ ശ്രമം. ചന്ദ്രാപിന്നിയിൽ ഇടിമിന്നലേറ്റ് പശുവും പശുക്കുട്ടിയും ചത്തു. ഉടമ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. മുപ്ലിയം സ്കൂളിന് മുന്നിലെ സീബ്ര ലൈനുകൾ മാഞ്ഞു. അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പരാതി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഫിറ്റ്നസ് നഷ്ടപ്പെട്ട് അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിൽ പാലിയേറ്റീവ് വിഭാഗം പ്രവർത്തിക്കുന്നതിനെതിരെ BJP മണ്ഡലം കമ്മിറ്റി. തൃക്കൂർ SMS റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ തൃക്കൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്ന് ജനകീയ സമിതി.
CPM നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം പന്തല്ലൂരിൽ നടത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.